ഇന്ന് അൽഷുമോളെ സ്കൂളിൽ ബഷീർ ദിനത്തിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് പാത്തുമ്മയായിട്ടാണ് അൽഷുമോൾ പോകുന്നത്. പിന്നെ രാവിലെ തന്നെ പെട്ടെന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഇന്ന് പോവാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണ്. പണ്ട് ആഗസ്റ്റ് 15 കഴിഞ്ഞ വർഷം ഝാൻസി റാണിയൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോൾ ഈ വർഷം ആഗസ്റ്റ് 5 എത്തിയില്ലല്ലോ. അപ്പോൾ അതിനു മുമ്പെയാണ് ഇങ്ങനെ ഒരു ബഷീർ ദിനം പ്രോഗ്രാം വെച്ചത് സ്കൂളിൽ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ബഷീർ കഥാപാത്രങ്ങളായിട്ട് പോവാൻ. നാരായണിയും വൈക്കം മുഹമ്മദ് ബഷീറും പാത്തുമ്മയും എല്ലാം ഇന്ന് സ്കൂളിൽ പോയാൽ എല്ലാവരെയും കാണാം. ഞാൻ ജസ്റ്റ് ഒരു സെറ്റും മുണ്ടും കൊണ്ടാണ് ഉടുപ്പിച്ചു കൊടുത്തത്. കാരണം വേറെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ബ്ലൗസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു ഓണം മൂഡ് പോലെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് പെട്ടെന്ന് എന്താ അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ സെറ്റും മുണ്ടിൻ്റെ പീസസ് എടുത്തിട്ട് ഇങ്ങനെ ഒരുക്കി കൊടുത്തത്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ജീപ്പിലൊന്നും പോകുന്നില്ല, എന്നോട് കൊണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. വീട്ടിൽ നിന്നാണെങ്കിൽ ഫോട്ടോസൊന്നും എടുക്കാനൊന്നും സമയം കിട്ടില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ അവളെ ബൈക്കിൽ നിന്നൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ സ്കൂളിലെത്തിയപ്പോൾ എന്ത് ഭംഗിയാട്ടോ, കുട്ടികളെ ഇങ്ങനെ ഒരുക്കിയിട്ട് കുഞ്ഞി പാത്തുമ്മയും കുഞ്ഞി ബഷീറും. അയ്യോ എന്ത് ഭംഗിയാണെന്നറിയാം എല്ലാവരും ഇങ്ങനെ കാണാൻ. ഇവിടെയാണെങ്കിൽ വഴക്കൊക്കെ തുടങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോയി നന്നായി എന്ന് തോന്നിപ്പോയി ഇവരെ മക്കളെ ഇങ്ങനെ കണ്ടപ്പോൾ. എന്തൊരു ഭംഗിയാണെന്നോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അൽഷുമോളുടെ മിസ്സാണേ അത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ സംസാരിച്ച് അവൾ പൊരിക്കാൻ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല. അവൾ പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പോലെയെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരിടം വരെ പോവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആലുമോളും അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആലുമോക്കാണെങ്കിൽ അൽഷുമോള് പോയതിൻ്റെ വിഷമവും ഉണ്ട്. സ്കൂളിൽ പോയപ്പോൾ സാധാരണ പോകുന്ന പോലെ അല്ലല്ലോ. അപ്പം ഇന്ന് കണ്ടപ്പോൾ നല്ല കൗതുകം ഉണ്ടായിരുന്നു. മുറ്റത്ത് ഇറങ്ങിയപ്പോൾ കുറേ പൂക്കളും പൂമ്പാറ്റയൊക്കെ കണ്ട് അവൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഈ മഴയായതുകൊണ്ട് നമ്മളങ്ങനെ മുറ്റത്തേക്കൊന്നും പോകുന്നില്ലല്ലോ ഇപ്പോൾ. പിന്നെ ഞങ്ങൾക്കൊരു വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവുകയാണ്. എൻ്റെ അനിയൻ്റെ കൂടെയാണ് പോയത്. അപ്പോഴേക്കും നെയ്മറിൻ്റെ ഫ്ലക്സൊക്കെ ചെറുതായിട്ട് മടങ്ങിയത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിക്കാണ്. ഞങ്ങളുടെ റൊണാൾഡോൻ്റെ ഫ്ലക്സ് അടിപൊളിയായിട്ട് അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ബായ്.